അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും ഓവൻ്റെ വീഡിയോ ഇടുമെന്ന് ചോദിച്ചാൽ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഓവൻ്റെ വീഡിയോ ഒക്കെ കളയാന്ന് വെച്ചു. അപ്പോൾ എൻ്റെ ഇരിക്കുന്നത് മോർഫി റിച്ചാർഡ്സിൻ്റെ 52 ലിറ്റർ RCSSൻ്റെ OTG ആണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ ഓവനാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ആദ്യം തന്നെ നമുക്ക് 3 നോബ്സ് വരുന്നുണ്ട്. അതിൽ ടെമ്പറേച്ചർ കൺട്രോൾ നോബാണ്, പിന്നെ ഫംഗ്ഷൻ സെലക്ട് നോബും ടൈമർ നോബും ആണ് കേട്ടോ നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂസേജൊക്കെ എന്താണെന്നൊക്കെ നമുക്കൊന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം കേട്ടോ. അപ്പം ആദ്യം തന്നെ വരുന്നത് വേണ്ടേ, ഇതാണ് ടെമ്പറേച്ചർ നോബ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് വേണേലും, നമുക്ക് എന്തേരം വേണേലും ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ബേക്ക് ചെയ്യുന്നതിനനുസരിച്ച് എന്താണോ ഇരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ അതേണ്ട ഫംഗ്ഷൻ നോബാണ് കേട്ടോ ഈ വരുന്നത്. അതിനകത്ത് ഈ ഫസ്റ്റ് കാണിക്കുന്നതാണ് ഡീഫ്രോസ്റ്റ് ഫംഗ്ഷൻ. അതായത് ഇതിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീസ് ആയിട്ടിരിക്കുന്ന ഫിഷും ചിക്കനൊക്കെ റൂം ടെമ്പറേച്ചറിലോട്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് സെക്കൻഡ് വരുന്നത് ബ്രോയിൽ റോട്ടിസറി കൺവെൻഷൻ ആണ് കേട്ടോ. അതിൽ നമുക്ക് ബ്രെഡ് പിസ്സ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൽ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചാൽ മതി. ബേക്ക് ചെയ്യാൻ മീൻസ് ബ്രെഡ് പിസ്സയൊക്കെ റെഡിയാക്കാൻ വെച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് തേർഡ് വരുന്നതാണ് ഇത് ടോസ്റ്റ്, ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺവെൻഷനാണ് കേട്ടോ. ഇത് സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 കോയിലും വിത്ത് ഫാനും കൂടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് അത് സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് അത് പറ്റും കേട്ടോ. പിന്നെ നമുക്ക് 4ാമത് വരുന്നത് റോട്ടിസറി കൺവെൻഷനാണ്. അതിലാണ് നമ്മൾ ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പം ഇത് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ മതി. പിന്നെ നമുക്ക് 5ാമത് വരുന്ന ബേക്ക് കൺവെൻഷൻ മോഡാണ് കേട്ടോ. ബട്ട് ഇതിൽ എനിക്ക് ബേക്ക് ചെയ്യുമ്പോൾ അത്ര പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് ഞാൻ അടുത്ത ഒരു ഇതാണ് കേട്ടോ, അതായത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേക്ക് മോഡിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ്, ഇതിലിട്ടാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. താഴത്തെ കോയിൽ മാത്രമേ അപ്പം വർക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാം തിരിച്ച് സെറ്റ് ചെയ്തൊക്കെ വെക്കാം, എങ്ങനെ വേണേലും സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വേണ്ട നമ്മുടെ ടൈമറാണ് കേട്ടോ, താഴെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വന്ന് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബേക്ക് ചെയ്യാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ടൈം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഈ ഓവൻ്റെ ആക്സസറീസ് ആണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ റോട്ടിസറി സെറ്റാണ്, അതായത് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിലും ഇത് വെക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ വേണ്ട ഇതുപോലെ ഇതിനകത്ത് ഇത് വെച്ച് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ അതിനകത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ മെനു ഒരു കാർഡ് കിട്ടും, അതിൽ നോക്കി നിങ്ങൾക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. ഇതിൽ നമുക്ക് ഫുൾ ചിക്കനൊക്കെ വെച്ച് നമുക്ക് ഗ്രിൽഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണിത്. പിന്നെ 2ാമത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേണ്ടേ കബാബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കബാബില്ലേ ചിക്കൻ കബാബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ. ചിക്കൻ ടിക്ക കബാബ് അങ്ങനെയൊക്കെയുള്ള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള 2 ഹാൻഡിലും ബേക്കിംഗ് ട്രേയും ഒക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റും. കണ്ടോ, ഇതാണ് സംഭവം. പക്ഷെ ഇത് ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ഇതിൻ്റെ കൂടെ ഇത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള 2 ഹാൻഡിൽ പോലത്തെ സംഭവം കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് ചൂടായിട്ടിരിക്കുമ്പോൾ ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബേക്ക് ചെയ്യാൻ വെക്കുന്നതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതുപോലെ കിട്ടുന്നതാണ്. ഇതുണ്ടോ ബേക്കിംഗ് ട്രേയും പിന്നെ അതിൻ്റെ കൂടെ ഒരു വയർ റാക്കും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ 2 ഇതിലാണ് ഞാൻ ബേക്ക് ചെയ്യാനൊക്കെ എടുക്കുന്നത്. അപ്പം നമുക്ക് വേണ്ട ഈ വയറാക്കും കൊണ്ടുള്ള ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ബേക്കിംഗ് ട്രേ നല്ലതാണ് കേട്ടോ, അത്യാവശ്യം നല്ല കട്ടിയുള്ള ബേക്കിംഗ് ട്രേ അത്യാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കുക്കീസ് ഞാൻ ബിസ്ക്കറ്റൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ളതാണ്, ഇത് ഒരിക്കലും പോവില്ല. പിന്നെ നമ്മുടെ ഇത് ഞാൻ അതിനകത്ത് വെച്ചിട്ട് ഓരോ സാധനങ്ങളൊക്കെ പറ്റിയിരിക്കുന്നത് അത് എന്തേരെ കഴിക്കാലും പോകണില്ല കേട്ടോ. അപ്പോൾ ഇത് ഇതിനകത്ത് വെച്ച് ഞാൻ ഇതുപോലെ ബിസ്ക്കറ്റൊക്കെ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ വയറാക്ക് വരുന്നത് കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ എടുക്കാം കേട്ടോ. ഇനി ഞാൻ മൊബൈൽ കയ്യിൽ വെച്ചിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അതുകൊണ്ടാണ് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പം ഞാൻ എവിടെയുള്ള സ്റ്റാൻഡിൽ ഞാൻ വെച്ചിട്ടാണ് ഇനിയിപ്പോൾ എടുക്കുന്നത്. അപ്പം നമ്മൾ ഇതേണ്ട ഇതുപോലെ ഈ വയറാക്കും പിന്നെ അതേണ്ട നമ്മുടെ ബേക്കിംഗ് ട്രേ ഒക്കെ നമുക്ക് ഇതുപോലെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം അതിനകത്തേക്ക് നമ്മൾ നല്ല ശ്രദ്ധിച്ച് തന്നെ അത് സെറ്റ് ചെയ്ത് വെക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വയറാക്ക് മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ മിനി പിസ്സ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടത് ഇതുപോലെ നമുക്ക് ഇത് ഞാൻ വാങ്ങിച്ച ടൈമിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ചെറിയ ചെറിയ കുഞ്ഞു പിസ്സയൊക്കെ വേണ്ട ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതൊക്കെ കണ്ടിട്ട് കൊതിയാവുന്നവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നിന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പോൾ വേണ്ട ഇതിന് ഏറ്റവും അടിയിൽ വരുന്നതാണ് ദേ ഇതുപോലെ ഒരു അലുമിനിയം ട്രേ, അതായത് ക്രം ട്രേ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ ഈ ഗ്രിൽഡ് ചെയ്യുന്ന ചിക്കനും അപ്പോൾ ഈ കബാബൊക്കെ സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അതിൻ്റെ ഈ ഓയിലൊക്കെ നമ്മുടെ ബേക്കൻ ട്രേയിലൊക്കെ വീഴാതെ നേരെ ഇതിനകത്തേക്ക് വീണോളും കേട്ടോ. അപ്പോൾ നമ്മുടെ ഓവൻ അധികം അങ്ങോട്ട് എന്താ പറയുന്നത് വൃത്തികേടായിട്ട് പോകുമൊന്നുമില്ല. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ചെറിയ ഓയിലും അതിൻ്റെ ക്രംസും കാര്യങ്ങളും എല്ലാം ഇതിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്കിതെടുത്ത് പുറത്തെടുത്ത് കഴുകി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അകത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇതുപോലെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിതേ ഈ സാധനം വെച്ചൊക്കെ വലിച്ചെടുക്കാം. പക്ഷെ ഞാൻ പെട്ടെന്ന് ഇതൊന്നും വെച്ചൊന്നും വലിച്ചെടുക്കാൻ നിൽക്കത്തില്ല, കാരണം കുറച്ചൊക്കെ സമയം പോകും ഇതിനൊക്കെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊന്നും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിലാണ് ഞാനിപ്പം കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്ന വയറാക്കിൻ്റെ അകത്താണ്. ഇതുപോലൊരു ½ kg ടിന്നാണ് നമുക്ക് ഒരു സമയം തന്നെ നമുക്കൊരു 5 കേക്ക് ഈ ഒറ്റ റാക്കി വെക്കാം. പിന്നെ ആ താഴത്തേക്കുണ്ടോ ബേക്കിംഗ് ട്രെയിൽ, അതിലും നമുക്ക് വെച്ച് നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റും. അതിലാണെങ്കിൽ ഒരു 2 3 ഒക്കെ നമുക്ക് വെച്ച് ബേക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ 1 kg ആണെങ്കിൽ ഇതിനകത്ത് ഞാനൊരു 2 കേക്ക് മേളിലും വെക്കും, 2 കേക്ക് താഴെയും വെക്കും. അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അത്രയ്ക്ക് നമുക്ക് ഉപകാരമുള്ളൊരു OTG ആണ് കേട്ടോ ഇത്. ഇതുപോലെ നമുക്ക് എടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ല പഴുത്തിരിക്കുമായിരിക്കും ഇതിനകമൊക്കെ. അപ്പം നമ്മുടെ ബേക്കിംഗ് ഗ്ലൗ ഒക്കെ ഇട്ടിട്ട് വേണം നിങ്ങൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കും യൂസേജ് ഉണ്ട്. ഇത് ഈ കോയിലാണ് ഞാൻ ബേക്കിംഗ് മോഡിലിടുമ്പോൾ കത്തുന്നത്. അപ്പം അത് നല്ലതായിട്ട് ചൂടാകും. മേളത്തെ കോയിൽ ഞാൻ വെക്കാറില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമ്മൾ ടെമ്പറേച്ചർ 170 ഡിഗ്രിയിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ബേക്കിംഗ് കൺവെൻഷൻ മോഡിലാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ കറക്റ്റ് അതിൽ തന്നെയാണോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നീട് നമുക്കൊരു 20 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ആ നേരം കണ്ടോ ഇവിടെ ഒരു ബൾബുണ്ട്, അത് കത്തും. അത് ഓഫായി കഴിയുമ്പോഴത്തേക്കിന് ആ ബൾബ് തന്നെ കെട്ടോളും കേട്ടോ. ഇതുപോലെ നമ്മുടെ പ്രീ ഹീറ്റ് ആയിട്ടിരിക്കുന്ന ഓവനിലേക്ക് വേണം നമുക്ക് പിന്നീട് നമ്മുടെ ബാറ്റർ ഒഴിച്ച് വെച്ചിരിക്കുന്ന മോൾഡ് ഇറക്കി വെക്കാൻ കേട്ടോ. അതിനുശേഷം നമുക്ക് 35 അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സോ ഒക്കെ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വയർ റാക്കിലാണ് ഞാൻ വെക്കുന്നത്, അതിവിടെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പം ഇതുപോലെ നമുക്കെടുത്ത് സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ബേക്ക് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. അപ്പം ഇതുപോലെയാണ് ലൈറ്റ് കത്തിയിരിക്കും, നമുക്ക് ഇതിനകം എല്ലാം കാണാൻ പറ്റും കേട്ടോ. ഇതിന്റെ ബോഡി വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. അപ്പം ഇതിന്റെ അടുത്തൊന്നും നിങ്ങൾ വേറെ സാധനങ്ങൾ പെട്ടെന്ന് ഉരുപോകുന്ന സാധനങ്ങളൊന്നും വെക്കരുത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ വന്ന് തൊടാത്ത രീതിയിൽ വേണം നിങ്ങളിത് സെറ്റ് ചെയ്ത് മാറ്റി വെക്കാൻ. പിന്നെ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പൺ മിറർ ഡോർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബേക്കായി വരുന്ന കേക്കൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് മോർഫ് റിച്ചാർഡ്സിൻ്റെ 52 RCSS OTG. അപ്പോൾ വേണ്ടവർ ഫ്ലിപ്കാർട്ടിൽ ഒന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.